ഈ മിനിസ്റ്ററുടെ ഈ ഒരു സർക്കാർ പിണറായി സർക്കാർ 9ാം വർഷത്തിലാണെങ്കിലും അങ്ങ് മന്ത്രിസഭയിലെത്തിയിട്ടുള്ള 4ാമത്തെ വാർഷികമാണ്. ഈ ഒരു 4 വർഷത്തിനിടയിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാം, ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പറഞ്ഞു, അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്ന മറ്റ് നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഞാൻ പറഞ്ഞത് വലിയ സമാനതകളില്ലാത്ത നേട്ടമാണ്. ഈ കിഫ്ബി യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടാക്കിയൊരു മാറ്റത്തിൻ്റെ വലിയ സംവിധാനമുണ്ട്, നമുക്ക് മറക്കാനാകാത്ത ഒന്നാണ്. 4 വർഷക്കാലത്തിനിടയിൽ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1,80,877 പേർക്ക് 3 വർഷക്കാലം കൊണ്ട് ഭൂമി കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. അതൊരു ചെറിയ കാര്യമല്ല. 1,80,877 സർട്ടിഫിക്കറ്റുകളല്ല. 2021 മാർച്ച് 20-ന് ഞങ്ങളെല്ലാം മുഖം മൂടി വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ടി വിയിലിരുന്ന് കണ്ട് ആര് മന്ത്രിയായതുകൊണ്ട് എനിക്ക് എന്ത് കാര്യം, തമ്പുരാനെ ഒരു 6 അടി മണ്ണ് കിട്ടിയില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ച് 1,80,877 പേർ ഭൂമിയുടെ ഉടമകളായി എന്ന് മാത്രമല്ല 5 ലക്ഷം, കഴിഞ്ഞ പ്രാവശ്യം 1,70,000-ലേറെ പേർ ഭൂമിയുടെ ഉടമകളായി. രണ്ടും കൂടി കൂട്ടിയാൽ 3,57,000, 5 ലക്ഷം പേർക്കെങ്കിലും പട്ടയം ഈ ഗവൺമെൻറ് പൂർത്തീകരിക്കുന്നതിനിടയിൽ 10 കൊല്ലം കൊണ്ട് കൊടുക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്. അതിനേക്കാൾ അതുപോലെ തന്നെ അഭിമാനകരമായൊരു കാര്യം, ഒരുപക്ഷെ ലോകം ആദരിക്കുന്ന കേരളത്തിൻ്റെ ഭൂപരിഷ്കരണ നിയമം പോലെ ഒരു 2ാം ഭൂപരിഷ്കരണമായി കേരളത്തിലെല്ലാ ഭൂമിക്കും ഡിജിറ്റലായ രേഖ എന്ന ആശയം അതിവേഗത്തിൽ പൂർത്തീകരിക്കുകയാണ്. ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്തതുപോലെ ഡിജിറ്റൽ റീസർവേ, കൃത്യമായ ഭൂമിയുടെ ലൈൻ എത്തിക്കാൻ കഴിയുന്ന, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള അളവും മാപിനികൾ വെച്ച് 638 വില്ലേജുകളിൽ അതിവേഗം മുന്നോട്ട് പോവുകയും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ മഹാഭൂരിപക്ഷം വില്ലേജുകളിൽ തീർക്കാൻ കഴിയുകയും ചെയ്യുന്ന ഡിജിറ്റൽ റീസർവേ എന്ന് മാത്രമല്ല, കേരളത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രയവിക്രയങ്ങളുടെ അപാകതകളും പരിഹരിക്കാൻ പറ്റുന്നത് പോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ വകുപ്പുകളുടെ പോർട്ടലുകളെ കൂട്ടിയോജിപ്പിച്ച് ഇനി ഒരിക്കലും ഭൂമിയുടെ ക്രയവിക്രയത്തിൽ തെറ്റുപറ്റാതിരിക്കാൻ കഴിയുന്ന എൻ്റെ ഭൂമി എന്നൊരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ. ഇപ്പോൾ കേരളത്തിലേക്ക് ജനകീയാസൂത്രണം പഠിക്കാൻ വന്നതുപോലെ 8 സംസ്ഥാനങ്ങൾ ഇപ്പോൾ കേരളത്തിൻ്റെ സർവേ സൊല്യൂഷൻ അവതരിപ്പിക്കാൻ വേണ്ടി വന്നു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഈ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് 2025 നവംബറോടെ കൊടുത്തു തുടങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡ്. നിങ്ങളുടെ ഭൂമി, ഭൂമിയുടെ രേഖ, ഭൂമിയിലെ വസ്തു, ഭൂമിയുമായി ബന്ധപ്പെട്ട മോർഗേജ്, അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന വില്ലേജ് തല സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെ 23ഓളം കാര്യങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ പോകാതെ തന്നെ കയ്യിലുള്ള ATM കാർഡിൻ്റെ വലുപ്പത്തിലുള്ളൊരു കാർഡ്, അതിലെ QR കോഡ് സ്കാൻ ചെയ്താൽ ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ആധികാരികമായി കിട്ടുന്ന രേഖകൾ ആധികാരികമായി തന്നെ കാണുന്നവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ്, ഒരുപക്ഷെ ഡിജിറ്റൽ റവന്യൂ കാർഡ് ഇന്ത്യയിലെ തന്നെ ചരിത്രത്തിൽ വിപ്ലവകരമായ ഏറ്റവും അധികം ആളുകൾ സാധാരണക്കാർ പ്രയാസപ്പെടുന്ന റവന്യൂമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്കാണ്. അതിൽ ഒരുപാട് മാറ്റം ഇപ്പോൾ വന്നു, വളരെ എളുപ്പത്തിൽ എല്ലാം ലഭിക്കാൻ തുടങ്ങി. ഇതുകൂടി വരുന്നതോടുകൂടി ഒരു വലിയൊരു വിപ്ലവം തന്നെ ആയിരിക്കും, വലിയ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ മോഡലാണ് ലോക കേരള സഭ. പ്രവാസികളും മനുഷ്യരാണ്, അവരാണ് ഈ കേരളത്തിൻ്റെ വികസന പാന്താവിലെ പ്രധാനപ്പെട്ട ഇനം. അവിടെ വന്ന ചർച്ചകളിലൊന്നാണ് ഈ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ ആരെങ്കിലും ബന്ധുക്കളെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഏജൻറ്റിനെ ഏൽപ്പിക്കണം. അതിലൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഈ കഴിഞ്ഞ വർഷക്കാലം മുതൽ കാനഡയും സിംഗപ്പൂരും സൗദി അറേബ്യയും UAEയും ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെ ഇന്ത്യക്ക് പുറത്തുള്ള 10 രാജ്യങ്ങളിലെ പ്രവാസികൾക്ക് ഒരു നാഴിയൂരി മണ്ണ് ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നവർക്ക് നികുതി അടയ്ക്കാം, അവിടെ ഇരുന്ന് ഭൂമി തരം മാറ്റാം, അവിടെ ഇരുന്ന് എല്ലാ പ്രക്രിയയും ഓൺലൈൻ അവർക്ക് ചെയ്യാം. ഇങ്ങനെ കേരളത്തിലെല്ലാ സർക്കാർ സംവിധാനങ്ങളും, ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പുമാണല്ലോ, ഈ 2 വകുപ്പുകളെയും ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന വലിയ സ്മാർട്ട് വളരെ ഗംഭീരമായി ഇപ്പോൾ വന്നു. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 21 സർട്ടിഫിക്കറ്റുകളാണ് വില്ലേജിൽ നിന്ന് കിട്ടുന്നത്. അതിൽ 21 ഓൺലൈനായി ഇനി നിങ്ങൾക്ക് അവരുടെ മൊബൈൽ ഫോണിലൂടെ ആവശ്യപ്പെട്ട് മൊബൈൽ ഫോണിലൂടെ തന്നെ മറുപടി മേടിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് നമ്മൾ മാറുകയാണ്.